ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഒരു അടിപൊളി സ്നാക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഉന്നക്കായ റെഡിയാക്കാനായിട്ട് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 വലിയ സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്റ്റീമറിൽ ഇട്ടിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഒക്കെ പണ്ട് കാലത്തൊക്കെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും എല്ലാവരും പഴം എടുക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ പഴുത്ത പഴം എടുക്കില്ല, എന്നാൽ നല്ല പച്ച എടുക്കില്ല. അതിൻ്റെ മിഡിലിൽ കിടക്കുന്ന കരിമ്പച്ച പഴം എന്ന് പറഞ്ഞാണ് കടയിൽ നിന്ന് എല്ലാവരും വാങ്ങിക്കുക പണ്ട് കാലത്തൊക്കെ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു രീതിയിലുള്ള കരിമ്പച്ച പഴം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു 3-4 പഴം വെച്ചിട്ടാണ് ഈ ഒരു ഉന്നക്കായ റെഡിയാക്കുന്നതാണെങ്കിൽ ഒരു 2 പഴം നല്ല പഴുത്ത പഴം എടുക്കുക. അതുപോലെ തന്നെ 2 പഴം കരിമ്പച്ചയായിട്ടുള്ള, അതായത് ഓവർ പഴുക്കാതെ ഹാഫ് പഴുപ്പുള്ളൊരു പഴം എടുക്കുക. എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടി ഒന്നിച്ചിട്ട് എന്താ പറയുക പുഴുങ്ങിയിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉന്നക്കായ, എല്ലാവർക്കും അങ്ങനെ ഉന്നക്കായ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ആ ഒരു ഷേപ്പ് ഒന്നും ലെവലിൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ പഴം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് റെഡിയാക്കാൻ അറിയാവുന്നവർക്കും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ 100% ഉറപ്പ് പറയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു രീതി തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പം ഇവിടെ 3 പഴമല്ലേ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടില്ലേ, അതിൽ 2 പഴം പാകത്തിന് പഴുത്ത പഴവും ഒരു പഴം കരിമ്പച്ച പഴം, ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഉന്നക്കായ റെഡിയാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഴുത്ത പഴം എന്ന് പറയുമ്പോൾ പഴുത്ത പഴം എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പഴുത്തിട്ട് നല്ല ഉടഞ്ഞിട്ടുള്ള പഴമില്ല, ഭയങ്കര പഴുപ്പുള്ള ആ ഒരു രീതിയിലുള്ള പഴം എടുക്കരുത് കേട്ടോ. നമുക്ക് പാകത്തിന് കഴിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പഴുപ്പുള്ള പഴം മാത്രം എടുക്കുക. ഇതുപോലത്തെ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉന്നക്കായ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അടുപ്പ് തുറന്ന് നോക്കിയതിന് ശേഷം പഴം നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തൊലിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതുപോലെ തന്നെ ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂട് തണുത്തതിന് ശേഷം ഉടച്ചെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു റോളറിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ നീക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട്, കാരണം ഞാൻ 3 പഴമല്ലേ ചെയ്യുന്നുള്ളൂ, അപ്പോൾ അത്രയല്ലേ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കുന്ന ആ സെയിം റോളർ തന്നെ നന്നായി കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. കുറച്ച് വലിയ ടൈപ്പ് റോളറിലാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പഴമൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അല്ലാതെ നിങ്ങൾക്കൊരു പാത്രത്തിൽ സ്പൂണ് വെച്ചിട്ടോ ഒരു നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിൻ്റെ ബാക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാം. ബാക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തിയിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക, ഗ്രൈൻഡറിൽ അരച്ചിട്ടും ചെയ്തെടുക്കുക, ഇങ്ങനെയും ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നന്നായിട്ട് ഉടച്ച്, ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ കണ്ടില്ല, ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഇതിനായിട്ടുള്ള തേങ്ങ വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങയാണ് കേട്ടോ ചിരകി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് കറക്റ്റ് ഒരു മെഷറിങ്ങും കാര്യങ്ങളൊന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിംഗ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് റെഡിയാക്കണ്ട കേട്ടോ. ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട്, ആദ്യം ഫില്ലിംഗ് ഒന്നും ഇടുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു തേങ്ങയുടെ ഒക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. ആ ഒരു സമയത്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ അത്യാവശ്യം മെൽട്ടായി വരും കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് വറുത്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു കളറൊക്കെ മാറി വരും നമ്മുടെ തേങ്ങയുടെ. എന്നാലും ഒരുപാട് വറുത്തെടുക്കാനും പാടില്ല, എങ്കിൽ തേങ്ങ കുറച്ച് ഉണങ്ങിയ ഫീലിംഗ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഏലക്കാപ്പൊടി.
അതുപോലെ തന്നെ ഒട്ടും ഒഴിവാക്കിയിട്ട് ചേർക്കരുത് ഏലക്കപ്പൊടി, കാരണം നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് പിന്നെ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒന്നും കിട്ടില്ല ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ. അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഇതുപോലെ കയ്യിലൊന്ന് തടവി കൊടുക്കുക. പൊട്ടി പിടിക്കണം, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആദ്യം ബോൾസിനെ ഷേപ്പ് ചെയ്തെടുക്കണം. ക്രാക്സ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒരുപാട് വലുപ്പത്തിലല്ല, ഈ ഒരു സൈസിലൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള തേങ്ങ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് വെക്കണ്ട കേട്ടോ, കാരണം നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിന് കുറച്ച് വെക്കുക. എന്നാലും ഒട്ടും ഒരുപാട് കുറയാനും പാടില്ല, എങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് അറ്റത്ത് രണ്ട് സൈഡ് ചെറുതായിട്ടൊരു കോൺ ഷേപ്പല്ലേ ഉണ്ടാകുക, അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. പെട്ടെന്ന് കഴിയും കേട്ടോ. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു രീതിയിലുള്ള പഴമാണ് ഞാൻ വാങ്ങിയിട്ട് ചെയ്യാറ്. നല്ല രീതിയിൽ തന്നെ ക്രാക്സ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാനും പറ്റും. കണ്ടില്ലേ? ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉന്നക്കായ എന്ന് പറയുമ്പോൾ കണ്ണൂർ തലശ്ശേരിയൊക്കെ മെയിനായിട്ട് ഇപ്പോൾ ഈ ഹപ്പള സൽക്കാരത്തിനൊക്കെ ഉന്നക്കായ ഇറച്ചി പത്തിരി ഒന്നും ഇല്ലാതെ ഒരു ഫംഗ്ഷനും ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു മെയിനായിട്ടല്ല. അപ്പോൾ പണ്ട് മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മാമയൊക്കെ പറയുന്നുണ്ട്, പണ്ട് മുതലേ ഉള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. എൻ്റെ ഉമ്മാമയൊക്കെ ഇപ്പോഴും ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്ന ഈ ഒരു ഫില്ലിങ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും മോഡേണായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയും കാഷ്യൂ ഒക്കെ വെച്ചിട്ട് മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കാഷ്യൂ റൈസിൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫില്ലിങ്. പക്ഷേ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഇപ്പോൾ മോഡേണായിട്ട് എല്ലാവരും ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ പണ്ട് മുതലേ ഉള്ളൊരു ഫില്ലിങ് ഈ ഒരു തേങ്ങ വെച്ചിട്ടുള്ളതാണ് ഉന്നക്കായ്ക്ക് റെഡിയാക്കി എടുക്കാറ്. എൻ്റെ ഉമ്മാമയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരൊക്കെ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ഒരു ഫില്ലിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടില്ലാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ മുഴുവനും ഞാൻ ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. തിരിച്ചും മറിച്ച് ഇടയ്ക്കിടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കൊടുത്താൽ മതി. കാരണം ഒരുപാട് സമയം നമുക്ക് ഉള്ളൊന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം നമ്മുടെ ഫില്ലിങ്ങും ഓൾറെഡി തേങ്ങയൊക്കെ റെഡി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പഴവും വേവിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. ഇടയ്ക്കിടെ ഒന്ന് സ്പീഡായിട്ട് തന്നെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഒന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു കളറിൽ എടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ ഉന്നക്കായ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ? ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റാണ്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഉന്നക്കായ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ റാക്ക് മാളിലെ ലുലുവിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്ക് ലേറ്റായി, ഒരുപാട് ലേറ്റായി. അപ്പോൾ പോകണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ മോള് ഭയങ്കരമായിട്ട് ബഹളം. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷമ്മോനോട്, ലുലുവിൽ അങ്ങനെ പോകാൻ നമുക്ക് സാധനം വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ആളവിടെ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നില്ല, കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ബഹളം, പോകണം തന്നെ വാശി പിടിച്ച്. അപ്പോൾ വിചാരിച്ചൊന്ന് പോയിട്ട് വരാം. കാരണം ഇപ്പോൾ ക്രൗഡ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. കാരണം 4 ദിവസം ലീവല്ലേ നാഷണൽ ഡേൻ്റെ. അപ്പോൾ ഭയങ്കരമായിട്ട് ആളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ലുലുവിലേക്കാണ് കേട്ടോ, റാക്ക് മാളിലുള്ള ലുലുവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ലുലുവിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ കണ്ടില്ലേ, പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് കേട്ടോ. നമ്മൾ സാധാരണ ലുലുവിൽ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പാർക്കിംഗ് കാണാനില്ല, ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇത്രയൊന്നും ഇതുപോലെ ഫില്ലിംഗ് ആയിട്ടൊന്നും കാണാനില്ല. ഇതെന്താ നാഷണൽ ഡേൻ്റെ ലീവല്ലേ, അപ്പോൾ അതിൻ്റെ പ്രമാണിച്ച് അത്ര ആളുകാരുണ്ടാവും തോന്നുന്നു. ഇനി ഉള്ളിൽ പോയിട്ട് എന്താണെന്നുള്ളത് അറിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ നോക്കട്ടെ ഒന്ന്, വണ്ടി ഒന്ന് ലെവലിൽ പാർക്ക് ചെയ്തിടാൻ പറ്റിയ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഭയങ്കരമായിട്ട് ക്രൗഡ് കണ്ടില്ലേ, ഭയങ്കര വാഹനങ്ങളായിട്ട് ഫുള്ളായിട്ടാണ് ഉള്ളത്. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ, കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല, കാരണം ഒരുപാട് ക്രൗഡുണ്ട്, ഭയങ്കര ക്രൗഡുണ്ട്. അപ്പോൾ എന്തായാലും അറബികളൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്കൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടില്ല. അപ്പോൾ കഴിഞ്ഞ് പോയില്ലെങ്കിൽ പിന്നെ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ക്രൗഡ് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് മാത്രം കുറച്ചിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ലിറ്റിൽ ഹെഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും എടുത്തു. അപ്പോൾ ഇതൊരു 12 പീസിൻ്റെ ഒരു ബോക്സ് അപ്പോൾ കണ്ടപ്പോൾ എടുത്തതന്നേ ഉള്ളൂ. അതുപോലെ നല്ല ബൗളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ വന്നില്ല, എന്തോ ഒരു ആവശ്യത്തിന് എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി. ആ ഒരു സമയത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ വരിക്കുന്ന എന്തായാലും ഈ ഒരു ലീവ് ഉണ്ടല്ലോ 4 ദിവസത്തെ, അപ്പോൾ എന്തായാലും ഇതുപോലെ ആൾക്കാർ ഷോപ്പിങ്ങിന് വരുമല്ലോ, അപ്പോൾ പുതിയ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല നല്ല പാത്രങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് ഷോ ലൈറ്റിൻ്റെ ആണ് തോന്നുന്നു. നല്ല എന്തായാലും നോക്കിപ്പോവും. ഇവരെ അറബി സ്റ്റൈൽ പാത്രങ്ങളൊക്കെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സെർവിങ്ങിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പാത്രം എവിടെ കണ്ടാലും ഒന്ന് വെറുതെ എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിപ്പോ കേട്ടോ. അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും, നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വെറുതെ ഒന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് തൊട്ടിട്ടൊക്കെ ഒന്ന് നോക്കി നിൽക്കാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാത്രമൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ. ഇതിനൊക്കെ വിലയുണ്ട് കേട്ടോ, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതൊന്നും പിന്നെ നമ്മളൊന്നും വാങ്ങിക്കില്ലല്ലോ. ഇവരെ ആ ഒരു അറബി വീട്ടിലൊക്കെയുള്ള ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ, ടേബിളൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഗോൾഡൻ ഷെയ്ഡായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓഫറൊക്കെ ഇട്ട് കാണുന്നുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ പാത്രങ്ങളൊക്കെ. പക്ഷെ നമുക്കിതൊന്നും ഇപ്പോൾ ആവശ്യമില്ലാതെ ഞാൻ വാങ്ങിയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ട്രേ കണ്ടില്ലേ, നമ്മളെ മാർബിൾ ടൈപ്പായിട്ടൊരു എന്താ പറയുക, ഒരു ടൈലിൻ്റെ ഉള്ളൊരു മോഡലായിട്ടുള്ളൊരു ട്രേ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, എനിക്കത് ആവശ്യമൊന്നുമില്ല ഇപ്പം ട്രേ ഒന്നും. നല്ല നല്ല ബൗൾസും എല്ലാം ഉണ്ട്. അപ്പോൾ ലിയോസിനെ ഞാൻ പിടിച്ചിട്ട് ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ട്. എത്ര സമയം ഈ കുട്ടി ഇരിക്കുന്നൊന്നുള്ളത് അറിയില്ല, കാരണം അല്ലാതെ ഇരുത്തിട്ടില്ലെങ്കിലേ കുട്ടീനെ കാണില്ല, എവിടെയെങ്കിലും ഓടിക്കളി. എന്നിട്ട് നമ്മുടെ ജംസൊക്കെ ഇല്ലേ, ആ ഒരു സെക്ഷനിലാണ് ഉണ്ടാവുക, ജംസ് ചോക്ലേറ്റ് ആ ഒരു സെക്ഷനിലുണ്ടാവും അവളെ കാണാൻ വേണ്ടിയിട്ട്. കാരണം എവിടെയും കിട്ടില്ല, അത്ര കോട്ടായിരിക്കും ആളെവിടെയൊക്കെ. അപ്പോൾ ഇന്ന് ഭയങ്കര ക്രൗഡായിട്ട് ഞാൻ പിടിച്ചിട്ട് അതിലിരുത്തി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ബൗൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ടൈപ്പ്. അപ്പോൾ ഇതൊന്നും എടുക്കാമെന്ന് വെച്ചേക്കാം. വലിയ വിലയുമില്ല കേട്ടോ, ഒരു 8 ദിർഹംസ് അങ്ങനെ ഉള്ളൂ, അത്രയേ ഉള്ളൂ റേറ്റ്. വലിയ റേറ്റില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം ഞാൻ ലിയോനൊരു കപ്പ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു നോക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വേണോ ഇനാനാ നന്നാട്ടോ പറയാൻ. ഇനാനൊക്കെ വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാണ്ട് പോയിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ വാങ്ങിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു.
തന്നെ ഇവിടെ മുന്നിൽ നമ്മൾ കയറിയിട്ട് കുറച്ചിങ്ങോട്ട് നടന്നാൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ പ്ലേറ്റ്, ഫോർക്ക്, സ്പൂണ് ഇതുപോലത്തെ എല്ലാം ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് ക്ലിയറൻസ് എന്നാണ് കാണുന്ന ബോർഡ് വെച്ചിട്ട്. പക്ഷെ എനിക്കതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പോയി നോക്കുക കേട്ടോ. ചിലപ്പോൾ ഈ ഒരു നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ ഇട്ടിട്ടുള്ളത്, എന്താണെന്നുള്ള അറിയില്ല. മീൻ നോക്കുന്നുണ്ട്, നമ്മളിവിടുന്ന് വാങ്ങിക്കില്ല. അഥവാ എന്തെങ്കിലും കിട്ടീനും നല്ല കിട്ടീനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. കല്ലുമ്മക്കായ ഉണ്ട് കേട്ടോ, അത് കണ്ടപ്പോൾ തന്നെ കൊതിയായി എനിക്ക്. പക്ഷേ ചോദിച്ചു, വേറെ ഇതില്ല. കല്ലുമ്മക്കായ നിറക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് നിറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കി. എനിക്കിവിടെ വന്നിട്ടിപ്പോൾ 9 മാസം കഴിഞ്ഞ് കല്ലുമ്മക്കായേ തിന്നിട്ടില്ല. നല്ല ബുദ്ധിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവിടെ ഇല്ല വേറെ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണുള്ളത്. നിറക്കാൻ ഫില്ല് ചെയ്യാൻ പറ്റിയതില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് മസാലയും ഫ്രൈ ഒക്കെ ആകാൻ പറ്റിയതാണുള്ളത്, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ഇനി പിന്നെ എപ്പം വന്നു കഴിഞ്ഞാൽ നോക്കണം. ഇതിപ്പോൾ തീർന്നാന്ന് തോന്നുന്നു, ലേറ്റ് ആയിരുന്നല്ലോ നമ്മൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും നല്ല മീൻ കിട്ടീനെ വാങ്ങിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ. കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാണ്, പക്ഷെ എന്തായാലും നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും എല്ലാം ആയിട്ട് സാധനങ്ങളുണ്ട്. എപ്പോഴും അതാണ് വരാൻ മടി ശരിക്കും പറഞ്ഞാൽ. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം ആയിട്ട് ഉണ്ടാവും വാങ്ങിക്കാൻ. ഇവള് സാധാരണ ഇങ്ങനെ ട്രോളിയിൽ ഇരിക്കലില്ല. ഇന്ന് ലിറ്റിൽ ഹെഡ്സ് വാങ്ങിച്ച സമയത്ത് അപ്പോൾ തന്നെ ഒന്ന് ബോക്സിൽ നിന്ന് എടുത്തിട്ട് കൊടുത്ത്, അതുകൊണ്ട് ഇരുന്നതാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഇരിക്കുകയില്ല. എന്തെങ്കിലും ഓള വക എന്തെങ്കിലും വാരിയിട്ട് ട്രോളിയിൽ ഇടും, എന്നിട്ട് നമ്മൾ വീണ്ടും അത് എടുത്ത് കൊണ്ടാക്കണം. കാരണം എന്തെങ്കിലും ഒക്കെ എന്തെന്നാന്നുള്ള അറിയില്ല. നമ്മളെന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതുപോലെ ഓളെ ഇഷ്ടത്തിനായിട്ടുള്ളത് വാങ്ങിക്കും. ഇതിപ്പോൾ ഞാൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ. സ്ട്രോബെറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ എന്താ പറയുക വ്ളോഗ്, കുട്ടികളുടെ വ്ളോഗൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ബർത്ത്ഡേ പാർട്ടീസൊക്കെ കഴിക്കുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് അങ്ങനെ മെന്നാന്നടി ഇവള് ഇപ്പോൾ 3-4 ദിവസമായി അതിൽ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നു, ഉപ്പ ഗിഫ്റ്റ് വേണം, ഉമ്മ ഗിഫ്റ്റ് വേണം. അപ്പോൾ എന്താണെന്നുള്ളത് ഒക്കെ അറിയില്ല. നമ്മൾ ചോദിച്ചു നോക്കി എന്തെന്നാ ഗിഫ്റ്റ്, ഏതാ വേണ്ട നോക്കുക, അതൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെന്താക്കി സ്ട്രോബെറി വാങ്ങിയിട്ട് ഇതാന്ന് ഞാനൊക്കെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടിപ്പോൾ വാങ്ങിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇനി വീട്ടിലെത്തിയിട്ട് എന്താവും എന്നുള്ളത് അറിയില്ലേ. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സെക്ഷനിലൊന്നും പോയിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവില്ല, അപ്പോപ്പൊക്കെ ആക്കിയിട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ലൂസ് കുറേ സമയം അതിനെ നോക്കിയിട്ട് നിന്ന്. അപ്പം നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലാക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടുന്ന സാധനം തപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ജംസ്, ഈ ഒരു സംഭവം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ചേ വാങ്ങിയിട്ടില്ല, എന്നാലും ഉണ്ടാവും ഒരുപാടില്ലെങ്കിലും, അതെപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.